Today we are going to learn functions in C++. First we are going to see what is inline function. So inline functions are powerful concepts that is commonly used with classes. Classes in ഒപ്പമാണ് നമ്മൾ inline functions use ചെയ്യുന്നത്. Functions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു set of codes നമ്മൾ repetitive ആയിട്ട് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും കോഡ് എഴുതേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ ഒരു ഫംഗ്ഷൻ ആക്കി അതിന്റെ ഒരു ഫംഗ്ഷൻ പ്രോഗ്രാം എഴുതി വെക്കാറുണ്ട്. അതിനൊരു പേരൊക്കെ കൊടുത്ത് ഫംഗ്ഷൻ പ്രോഗ്രാം എഴുതി വെക്കും. എവിടാണോ ആ പേര് കോൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഒരു ഫംഗ്ഷൻ ഇൻലൈൻ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ കമ്പൈലർ അതിന്റെ ഒരു കോപ്പി ആ ഒരു ഫംഗ്ഷന്റെ ഒരു കോപ്പി കമ്പൈൽ ടൈമിൽ എത്തിച്ചു കൊടുക്കും. അതാണ് ഇൻലൈൻ്റെ യൂസ്. അതായത് if a function is inline, the compiler places a copy of the code of that function at each point where the function is called at compile time. ഒരു ഫംഗ്ഷൻ ഇൻലൈൻ ആവണമെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ ഇൻലൈൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കണം. നമ്മൾ ആ ഫംഗ്ഷന്റെ പേര് എഴുതി ആ ഫംഗ്ഷൻ എന്താണോ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് we have to define it before using it. Okay. ഇൻലൈൻ്റെ സിന്റാക്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇൻലൈൻ function header, that is the name of that function, bracket body of the function and close the bracket. This is the syntax of inline function. You have to use the keyword inline. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം ടു ഫൈൻഡ് പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇൻലൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മെയിൻ എഴുതുന്നതിന് മുന്നേ തന്നെ വി ഹാവ് ടു ഡിഫൈൻ ഇറ്റ്. നമ്മൾ അത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇൻലൈൻ നമ്മുടെ കീവേഡ് ഫ്ലോട്ട് ഈസ് ദ ഡേറ്റ ടൈപ്പ്, MUL that is a function name, and the variables we are using are float x and y, and they are of data type float, right? And then return x into y. That means multiply the value of x and y and return it to the function or main function where this MUL inline function is being called. Now come to the main section. അവിടെ നമ്മൾ float a is equal to 11.56 എന്നും b is equal to 3.53 എന്നും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി cout MUL a, b. When the program sees this function name, the control will automatically go to MUL function. And here the variables we have used are a and b. And in the function, we have used the variable x and y. That is, x is a and y is b. And then it takes the value of 11.56. X will become 11.56 and y will become 3.53. Multiply it, you will get an answer, and that answer will be substituted over here. ഇതാണ് നമ്മൾ program to find product of two numbers using inline function. നമ്മൾ ആദ്യം ഇൻലൈൻ വെച്ചിട്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ കോഡ് എഴുതും. അതിനുശേഷം നമ്മൾ മെയിൻ സെക്ഷനിൽ ഇൻലൈൻ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ വേരിയബിൾസ് എ ബി യൂസ് ചെയ്തു മെയിനിൻ്റെ ഉള്ളിൽ. നമ്മൾ അത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ് വൈ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് എ ഇസ് എക്സ് ആൻഡ് ബി ഇസ് y. Substitute ചെയ്ത് അത് ആൻസർ കണ്ടുപിടിച്ച് it will go to cout and it will display the result. Now to find cube of a number. Cube കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ inline. Here the data type is int, cube, int s. int ആണ് നമ്മൾ s ന്റെ വാല്യൂ കൊടുക്കുന്നത്, integer ആണ്. So s into s return, and in the main section cout cube of 3 is 3ന്റെ ക്യൂബ് ആണ് കണ്ടുപിടിച്ചത്, 3 ക്യൂബ് ആണ്. സോ ക്യൂബ് ഓഫ് 3 ബ്രാക്കറ്റിൽ നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 3 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ഇറ്റ് വിൽ കം ഹിയർ
3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s ന്റെ സ്ഥലത്ത് 3 വെച്ച് റീപ്ലേസ് ചെയ്യും. So 3 into 3 into 3. You will get the answer. Okay. അതാണ് ഇൻലൈൻ ഫംഗ്ഷന്റെ യൂസ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. Function overloading is one of the specialities of C++ program. ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു പേര് കൊടുത്ത് ഫംഗ്ഷന് ഒരു നെയിം കൊടുത്തിട്ട് നമ്മൾ ആ സെറ്റ് ഓഫ് കോഡ്സ് എഴുതും. ആ പേര് വിളിക്കുന്ന സ്ഥലത്ത് ആ നെയിം മെൻഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ അവിടെ പോയി വർക്ക്ഔട്ട് ചെയ്ത് തിരിച്ചു വരും. അതേപോലെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will be having a function and that will be doing more than one job. അതാണ് overloading. അതിനെ കൊണ്ട് വീണ്ടും ജോലി ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അതിനെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് സം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. യു ക്യാൻ ആഡ് 2 നമ്പേഴ്സ്, യു ക്യാൻ ആഡ് 3 നമ്പേഴ്സ്, യു ക്യാൻ ആഡ് 4 നമ്പേഴ്സ്. അങ്ങനെ നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഫംഗ്ഷൻ പ്രോഗ്രാംസ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, so ഇവിടെ overloading refers to the use of same thing for different purposes. ഒരേ കാര്യം പല ഉപയോഗം. അതാണ് ഇപ്പൊ നമ്മൾ പ്ലസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അഡിഷൻ യൂസ് ചെയ്യാം, കോൺകാറ്റിനേഷൻ യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഓവർലോഡിംഗ് വരുന്നത്. So C++ permits overloading of functions. The main advantage of function overloading is code readability and code reusability. Improve code readability and allows code reusability. കോഡിനെ ആ സെറ്റ് ഓഫ് കോഡിനെ വീണ്ടും വീണ്ടും എഴുതാൻ വേണ്ടി നമ്മളെ സഹായിക്കും. നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, അതിനെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ പ്രോഗ്രാം ഫോർ ഓവർലോഡിംഗ് സം ഫംഗ്ഷൻ. സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കൊണ്ട് നമ്മൾ ഇപ്പം മോർ ദാൻ വൺ ജോബ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡു. സോ ഇവിടെ ക്ലാസ് അഡിഷൻ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ക്ലാസിന്റെ പേര് അഡിഷൻ. പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് സ്പെസിഫയർ. ഇന്റ് സം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഇതൊരു ഫംഗ്ഷൻ ആണ്. അതിൽ നമ്മൾ ബ്രാക്കറ്റിൽ num1 ഉം num2 ഇന്റീജേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 നമ്പേഴ്സ്. റിട്ടേൺ num1 പ്ലസ് num2. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് ആൻസർ കിട്ടും. ഇവിടെ int sum, ഇവിടെ num1 is there, num2 is there, num3 is there. See the same function name sum. That is what function overloading. Here 2 numbers are being added and here 3 numbers are being added with the same function name. Okay. Here num1 plus num2 plus num3 and then return it. Okay. So it is being written within the class. ഇനി അവിടെ int main വന്നു. നമ്മൾ അവിടെ addition എന്ന് പറയുന്ന ക്ലാസ്സിന് obj എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. And with the help of that object you have called the function. That is obj dot sum 20,15. ആദ്യത്തെ നമ്പറിന് 20 എന്നും രണ്ടാമത്തെ വാല്യൂ നമ്മൾ 15 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So it will take 20 and 15. It will come to this function because here 2 numbers, right? So അത് ഇവിടെ വരും. അതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് you will get the result. End line ഉണ്ട്. So it will go to the next line. Then see out obj.sum. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കറിയാം അഡിഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള വേരിയബിളിനെ മെമ്പർ ഫംഗ്ഷനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ഒരു ടെക്നിക്കാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ see out obj.sum. സം എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ obj എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി വിളിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ 3 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 81, 110. സോ ഇവിടെ നാച്ചുറലി അത് ഇവിടെ പോയി ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് ദ റിസൾട്ട് ആൻഡ് പ്രിന്റ് ഇറ്റ് ഓവർ ഹിയർ. ഇതാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. ദാറ്റ് ഈസ് ഒരേ ഫംഗ്ഷൻ സെയിം നെയിം ബട്ട് ഇറ്റ് ഈസ് ഡൂയിങ് മോർ ദാൻ വൺ ജോബ്. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓവർലോഡിംഗ്. Next is function with default arguments. That is the next topic. Default argument എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a value provided in a function declaration that is automatically assigned by the compiler if the caller of the function does not provide a value for the argument with a default value. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന് ഡിഫോൾട്ട് ആയിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ
അതിന് വാല്യൂ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ദാറ്റ്. അതാണ് നമ്മളിപ്പോൾ ഇനിഷ്യലൈസേഷൻ ചെയ്യാറുണ്ട്. ഇനിഷ്യലൈസേഷൻ ചെയ്യുമ്പം നാച്ചുറലി വാട്ട് ഈസ് ഹാപ്പനിങ്, അതിന് ആ ഒരു വേരിയബിൾ സം ഈസ് ഈക്വൽ ടു 0 ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സം എവിടെ ഉണ്ടോ ആദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഡിഫോൾട്ട് വാല്യൂ എടുക്കും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു വാല്യൂവിന് നമ്മൾ ആ ഒരു ഡിഫോൾട്ട് വാല്യൂ എടുത്ത ശേഷം അത് ചെയ്യും. പ്രത്യേകിച്ച് വാല്യൂ കിട്ടിയില്ല എങ്കിൽ, കിട്ടിയാൽ അത് ആ ന്യൂ വാല്യൂ എടുക്കും, കിട്ടിയില്ല എങ്കിൽ ആ ഒരു വാല്യൂ എടുക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിംസ്പേസ്. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇന്റ് സം വേരിയബിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റിജർ ആയിട്ട് x ഉണ്ട്, y ഉണ്ട്. സോ ഇവർക്ക് x-നും y-നും വാല്യൂ മസ്റ്റ് ആയിട്ട് യു ഹാവ് ടു ഗെറ്റ്. And z is equal to 0, p is equal to 0. That is, if the user is not given or the programmer who is doing the program is not giving the value of z and p, it will automatically take the default value 0 വെച്ചിട്ട് അത് adjust ചെയ്യും. And then return x plus y plus z plus p. ഇവരെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും തിരിച്ചു വരുന്നത്. ഇനി int main cout sum 5,6. Right. ഇവിടെ നമ്മൾ രണ്ട് വാല്യൂസ് ആണ് 5ഉം 6ഉം. That is x is equal to 5 and y is equal to 6. ഇവിടെ നമ്മൾ z-നും p-ക്കും വാല്യൂ കൊടുത്തിട്ടില്ല. So it will take the value 0. എന്നിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യും. ഇവിടെ നെക്സ്റ്റില് സം 5, 6, 10. That means x value, y value and z value. ഇവിടെ p-ക്ക് മാത്രം ഡിഫോൾട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് സം 5, 6, 10, 2. ഇവിടെ എല്ലാവർക്കും വാല്യൂസ് ഉണ്ട്. സോ ഇറ്റ് വിൽ നോട്ട് ടേക്ക് ദ ഡിഫോൾട്ട് വാല്യൂ. റൈറ്റ്. അത് കഴിഞ്ഞ് ക്ലോസ് ദ പ്രോഗ്രാം. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പ്രത്യേകിച്ച് വേറെ വാല്യൂ കിട്ടുന്നില്ല എങ്കിൽ ഈ വാല്യൂ ഡിഫോൾട്ട് വാല്യൂ എന്താണോ കൊടുത്തത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതങ്ങ് സോൾവ് ചെയ്തോളും. അതാണ് ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. In the above example, default arguments are overwritten when calling function provides values for them. Calling of the function sum 5, 6, 10, 2 overrides the value z and p to 10 and 2 respectively. 0ക്ക് പകരം z-ന് 10ഉം p-ക്ക് 2ഉം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളും. Last topic for function that is given in the syllabus is recursion. It's an important topic ആണ്. ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Recursion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a function is called within the same function. ഒരു ഫംഗ്ഷനെ ആ ഫംഗ്ഷനകത്ത് തന്നെ വീണ്ടും വിളിക്കുകയാണെങ്കിൽ that is recursion. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് factorial. The function which calls the same function is known as a recursive function. A function ne nammal recursive function ennu parayum. When the function is called within the same function, oru function ne aa function il thanne veendum nammal vilikkuyanengil that is known as recursion, and the function is known as a recursive function. Right. So ini example nokka. Recursion de main example factorial aanu. So recursion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a function is calling itself again and again, that is recursion. So factorial n-ന്റെ factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് n into n minus 1 factorial ആണ് ആക്ച്വലി n factorial. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 factorial കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 into 2 into 3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 3 into 2 factorial. Okay, 3 into 2 factorial. That is n into n minus 1 factorial. That means 4 factorial is 4 into 3 factorial. 3 factorial is 1 into 2 into 3. And 4 multiply you will get 4 factorial. So, we will general n into n minus 1 factorial.
ഇവിടെ റൈറ്റ് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്, രണ്ട് സൈഡിലും ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഫാക്ടോറിയൽ ഫംഗ്ഷൻ അതിനെ തന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഇതിനെ റിക്കേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് n എലമെന്റ് തന്നു നമുക്ക്, ഏത് എലമെന്റ് ആണോ അതാണ് n. ആ എലമെന്റിനെ നിങ്ങൾ വാങ്ങിച്ചു, നമ്പറിനെ വാങ്ങിച്ചു. ഇനി ഇവിടെ ഫാക്ടോറിയൽ ഓഫ് n ഇസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് n. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ, ഫാക്ടോറിയൽ ഓഫ് n. ഓക്കെ, റിട്ടേൺ 0. Now in factorial of n ന്റെ ഫംഗ്ഷൻ പ്രോഗ്രാം എഴുതാം. ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ്, നമുക്കറിയാം അതിനകത്ത് നമ്മൾ ആർഗ്യുമെന്റ് എഴുതും ഇൻറ്റ് n. ഈ ബ്രാക്കറ്റിൽ എഴുതുന്നത് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയും. ഇൻറ്റ് n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇഫ് n is greater than 1, n ന്റെ വാല്യൂ ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? n into factorial of n minus 1. അതാണ് റിട്ടേൺ ചെയ്യേണ്ടത്, n into factorial of n minus 1. Else, that is if it is equal to 1. n greater than 1 ആവുമ്പോഴാണ് n into n minus 1 factorial. If it is equal to 1 ആണെങ്കിൽ നമുക്കറിയാം 1 അല്ലേ, 1 factorial 1 അല്ലേ. So it will return the value 1. എന്നിട്ട് അത് അപ്പം ഈ ഫാക്ടോറിയൽ ഓഫ് n എന്ന് ഈ സി ഔട്ടിൽ മെയിൻ സെക്ഷനിലെ സി ഔട്ടിൽ കാണുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫാക്ടോറിയൽ ഓഫ് ഇതിൽ പോവും, ഇൻറ്റ് n പോവും, ഫംഗ്ഷനിൽ പോയിട്ട് n ന് നമ്മൾ ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത് നോക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ n into factorial of n minus 1 കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പ്രിന്റ് ചെയ്യും. അല്ല എങ്കിൽ is equal to 1 ആണെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് അതിവിടെ പ്രിന്റ് ചെയ്യും. So this is recursion for factorial. Okay, so ഇവിടെ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഫാക്ടോറിയൽ ഫംഗ്ഷൻ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു. അതാണ് n in factorial of n is equal to n into factorial of n minus 1. Okay, so that is factorial using recursion. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻസ് ആണ് പഠിച്ചത്. നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ പഠിച്ചു, ഫംഗ്ഷൻ വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് പഠിച്ചു, ഫംഗ്ഷൻ ഓവർലോഡിംഗ് പഠിച്ചു, റിക്കേർഷൻ പഠിച്ചു. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഇൻ C++ എന്നായിരിക്കും, അല്ലെങ്കിൽ എടുത്ത് ചോദിക്കാം. ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ടും വേണമെങ്കിൽ എക്സാമിനേഷന് ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.